നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിറ്റിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ നോക്കുന്ന ഒരു തൊടുകുറി ശാസ്ത്രമാണ്. അപ്പോൾ തൊടുകുറിയിലൂടെ നമുക്കൊരു തീരുമാനം എടുക്കാൻ ആശയക്കുഴപ്പമുള്ളപ്പോഴും നമ്മുടെ ഒരു ആഗ്രഹം നടക്കുമോ, അതുപോലെ തന്നെ യാത്രാ വിജയം, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, സൗഹൃദം, ജോലി, പഠനം എന്ന നമ്മുടെ ഏതൊരു ആഗ്രഹത്തിന് മേലും നമുക്കൊരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തൊടുകുറി ഉപയോഗിക്കാവുന്നതാണ്. 5 അക്കങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫലം പറയണത്. അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള സ്റ്റാർ പോലെയുള്ള സിമ്പലുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച ശേഷം, നിങ്ങളുടെ ഇഷ്ട ദേവനെ ഒന്ന് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ഈ ഒരു 5 സംഖ്യയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സിമ്പലോ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ച ശേഷം ആ ഒരു എനർജി പൂർണ്ണമായി കൊണ്ടുവന്ന ശേഷം നിങ്ങൾ ആദ്യം കാണുന്ന നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട അതാണ്, അല്ലാണ്ട് നിങ്ങളുടെ ഭാഗ്യ നമ്പറോ അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളിലല്ല നമ്മളത് എടുക്കേണ്ടത്. നമുക്കപ്പോൾ നമ്മളെ ആകർഷിക്കുന്ന ഒരു സംഖ്യയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സിമ്പലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോഴുള്ള നിലവിലുള്ള അവസ്ഥയിൽ നമ്മളെടുത്ത തീരുമാനം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിന് മേൽ വിജയമാണോ പരാജയമാണോ നമുക്കറിയാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് പോകാൻ മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളെ അലട്ടുന്ന, നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഏതൊരു പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെ സിമ്പലും അല്ലെങ്കിൽ അക്കവും സെലക്ട് ചെയ്തവരുടെ ഫലം നോക്കാം. പൂർണ്ണ വിജയമാണ്. ആഗ്രഹം തീർച്ചയായിട്ടും നടക്കും. തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു അനുകൂല സാഹചര്യമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യം പൂർണ്ണമായിട്ട് വിജയിക്കും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ നമ്പർ തിരഞ്ഞെടുത്തവരുടെ അല്ലെങ്കിൽ സിമ്പിൾ തിരഞ്ഞെടുത്തവരുടെ ഫലം നോക്കാം. നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നടക്കുമെങ്കിലും അതിന് കാലതാമസമുണ്ട്. നിങ്ങളിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ആഗ്രഹം സാധിക്കുകയില്ലെന്നാണ് ഈ ഒരു തൊടുകുറി വ്യക്തമാക്കുന്നത്. നിങ്ങൾ ധൃതി കൂട്ടാതെ കാത്തിരുന്നാൽ ഈ ഒരു ആഗ്രഹം സഫലമാകുമെന്നും കാണുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ നിങ്ങൾക്കൊരു തടസ്സങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മേലൊരു താമസമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത ഈ ആഗ്രഹത്തിന് മേൽ കുറച്ചുകൂടി കാലം നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ സംഖ്യയും സിമ്പലും തിരഞ്ഞെടുത്തവരുടെ ആഗ്രഹത്തിൻ്റെ കാര്യം നോക്കാം. മറ്റുള്ളവരുടെ സഹായമാണ് കാണുന്നത്. മറ്റുള്ളവർ സഹായിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഉദ്ദേശം നേടിയെടുക്കാനാകുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് തനിയെ ശ്രമിക്കുമ്പോൾ അത് തടസ്സപ്പെടാനുള്ള സാധ്യതയും നിങ്ങൾ ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് പോകുവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ സഹായം അല്ലെങ്കിൽ അവരുടെ ഒരു ഉപദേശം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എടുക്കാവുന്നതാണ്. നിങ്ങൾ സ്വയം തീരുമാനിച്ച് ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ ഒരു ഇതിൽ കാണുന്നത്. ശനിയുടെ ഗ്രഹത്തിൻ്റെ ചിത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിന് മേൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് നാലാമത്തെ നമ്പർ സെലക്ട് ചെയ്ത ആൾക്കാരുടെ കാര്യം നോക്കാം. സൂര്യനാണ്, കത്തി ജ്വലിക്കുന്ന സൂര്യനാണ്. നഷ്ട സാധ്യതയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു ആഗ്രഹത്തിന് മേൽ നിങ്ങളെടുക്കുന്ന ഏതൊരു പ്രവൃത്തിയും അല്ലെങ്കിൽ തീരുമാനവും അല്ലെങ്കിൽ നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് നഷ്ടമായി ഭവിക്കുവാൻ, നിങ്ങൾക്ക് നിലവിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് ഈ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. അതുപോലെ സ്ഫടികത്തിൻ്റെ ഒരു സിമ്പലുള്ള 5-ാമത്തെ ഒരു നമ്പർ സെലക്ട് ചെയ്തവരുടെ ഫലമാണ് നോക്കുന്നത്. ഇതിൽ ഈ ഒരു 5 സിമ്പലുകളും വെച്ച് ഏറ്റവും പെട്ടെന്ന് ഒരു ശുഭവാർത്ത ലഭിക്കുന്ന ആളുകളാണ് ഈ ഒരു നമ്പർ സെലക്ട് ചെയ്തേക്കുന്നത്.
ദൈവാനുഗ്രഹം നന്നായിട്ടുള്ള സമയമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിന് മേൽ വളരെ പെട്ടെന്ന് അനുകൂലമായിട്ടുള്ള നിലപാട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നടക്കുന്നതായിരിക്കും. അതുപോലെ ദൈവാനുഗ്രഹം കൂടിയുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ദേവതയെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ പ്രാർത്ഥിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫലമാണ് കാണുന്നത്. അപ്പോൾ ഏവർക്കും ഈ ഒരു വീഡിയോനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റീപ്ലൈ തരുന്നതായിരിക്കും. നന്ദി.